Hi dears, welcome to our YouTube channel. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു വണ്ടർല ട്രിപ്പാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നതാണ്. തലേന്ന് നമ്മൾ പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ യാത്രയായി. 2 വീലറിനാണ് പോയത്. രണ്ടുപേര് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അവർ 3 പേരും നേരത്തെ പോയിട്ടുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ റൈഡിൽ ഫസ്റ്റ് റൈഡിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. പിന്നെ ഒരു റൈഡിലും ഞാൻ അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അവർ 3 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരാൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, ബാക്കി 2 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനൊരു ഫസ്റ്റ് റൈഡിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഞാൻ ഒരു റൈഡിലും കേട്ടില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവർ ഫോഴ്സ് ചെയ്തിട്ട് ഓരോ റൈഡിൽ എന്നെ കയറ്റി. ഇങ്ങനെ തലകുത്തി പറയണ റൈഡ് ഒഴികെ ബാക്കി എല്ലാത്തിനും എനിക്ക് കംഫർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഓളമില്ലാത്ത റൈഡുകളിലാണ് കൂടുതലും കയറിയത്. കിഡ്സ് സെക്ഷനിൽ പൊക്കോളം പറഞ്ഞ് അവരെന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തലകറക്കവും വോമിറ്റിംഗ് ടെൻഡൻസി വളരെ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് ഒട്ടും പറ്റായികയായപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ വെള്ളം കുടിച്ചു, സ്പ്രിൻറ്റും ഐസ്ക്രീമും കഴിച്ചു. പൈസ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ലോക്കറിൽ നമ്മൾ ഓൾറെഡി വച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് അവിടുത്തെ ഒരു സാറിൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചത് കേട്ടോ. ഓരോ റൈഡ് കഴിഞ്ഞിട്ട് അവർ ഓടാണ് അടുത്ത റൈഡിലേക്ക്. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നുണ്ടായില്ല. ഞാൻ 2-3 റൈഡുകൾ മിസ്സാക്കി. സങ്കടമൊന്നുമില്ല, സന്തോഷമുള്ളൂ. എനിക്ക് അത്രയും വലിയ പേടിയായിരുന്നു. ഇനി ഞാൻ വണ്ടറിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഈ റേസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇതെനിക്ക് നല്ല കംഫർട്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് അവർ കൂടുതലും കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകാറുന്നില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയത്. എൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് അവരെല്ലാവരും ഈ ഒരു റേസിങ് അറ്റൻഡ് ചെയ്തത് കേട്ടോ. അടിപൊളിയായിരുന്നു, ഭയങ്കര സെറ്റപ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരു പ്രാവശ്യം കൂടി കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്കാണ്. അതുകൊണ്ട് പിന്നെയും ക്യൂ നിൽക്കേണ്ട അവസ്ഥ ആലോചിച്ചപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു, അതങ്ങോട്ട് നിർത്തി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ വണ്ടർല ഓക്കെ ആക്കിയ സമയത്ത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കേണ്ട, നമുക്കെല്ലാം കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വിശപ്പൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെള്ളത്തിലിറങ്ങി ലാസ്റ്റ് ടൈമായപ്പോൾ ഒരു വിശപ്പൊക്കെ അങ്ങോട്ട് പൊങ്ങി. അതുവരെ നമ്മൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ റൈഡൊക്കെ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു ഉള്ളത് പറയാമല്ലോ. പിന്നെ മറ്റതൊന്നും എനിക്ക് ഭയങ്കര ഒരു വലിയ ടാസ്ക് പോലെയാണ് ഞാൻ ഓരോന്ന് കയറിയത്. അവർ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കയറിയതാണ്. എനിക്ക് മുകളിലെത്തുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാനിതുവരെ ഇങ്ങനത്തെ ഉള്ളതിലൊക്കെ കയറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ സ്കൂൾ ടൈമിൽ വണ്ടർല ട്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതറിഞ്ഞെങ്കിൽ ഞാനിങ്ങനെ പറയായിരുന്നു വിടാതിരുന്ന് നന്നായിരുന്നെന്ന്. കാരണം വെച്ചാൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സിങ് റൂമിൽ കയറിയപ്പോൾ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. കാര്യം അതിന് ലോക്കറിൽ അടയ്ക്കുന്നതിന് മുമ്പാണല്ലോ നമുക്ക് പിക്ചേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഫോൺ നമ്മൾ പുറത്തേക്ക് എടുക്കാമായിരുന്നു, കവർ മേടിക്കാതിരുന്നെങ്കിൽ. നമ്മൾ കവർ മേടിച്ചില്ലായിരുന്നു. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേന്ന് വെച്ചിട്ട് എടുത്തില്ല. കാരണം എൻ്റെ ഫോൺ ഞാൻ ബ്രദറിൻ്റെ ഫോണാണ് കൊണ്ടുപോയത്. ഇനി എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല. പിന്നെ നമ്മുടെ ലോക്കർ കീ, വാച്ച്, അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തായിരുന്നു, ജസ്റ്റ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അലക്കൊലത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അതൊക്കെ നമ്മൾ വെറുതെ സ്റ്റാറ്റസും സ്റ്റോറിക്കും വേണ്ടിയിട്ട് എടുത്ത പിക്ചേഴ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിലെത്തിയപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മന്തി കഴിക്കാമെന്ന് നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് വണ്ടർലയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അവിടെ ഒരു ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊരു പ്രൈസ് കിട്ടിയതാണ്. ഇത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.